ആളുകൾ വിചാരിക്കും എന്ത് വികസനമുണ്ടെങ്കിലും അത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ കൊണ്ടുവന്നതാണെന്ന്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന എനിക്ക് വേറെ ഒരു പണിയുമില്ലയോ എന്ന് ആളുകൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. CPM-ൻ്റെ നേതാവായിട്ടുള്ള CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ചെല്ലേണ്ടത്. അതും മോശപ്പെട്ട ഒരു പ്രവണതയാണ്. പത്തനാപുരത്ത് ജനങ്ങളെ ഇങ്ങനെ അങ്ങ് പറ്റിക്കാമെന്ന് ഗണേഷ് കുമാർ കരുതരുത്. ബാലഗോപാൽ മിനിസ്റ്ററെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉദ്ഘാടനം വേണ്ട എന്ന് പറഞ്ഞത് സ്ഥലം MLA ഗണേഷ് കുമാറാണ്. സ്വന്തം അക്കൗണ്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള എട്ടുകാരി മമ്മൂഞ്ഞിൻ്റെ ആ ഒരു സമീപനമാണ് സ്ഥലം MLA ഗണേഷ് കുമാർ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ നമസ്കാരം. ആളുകൾ വിചാരിക്കും എന്ത് വികസനമുണ്ടെങ്കിലും അത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ കൊണ്ടുവന്നതാണെന്ന്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന എനിക്ക് വേറെ ഒരു പണിയുമില്ലയോ എന്ന് ആളുകൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നിങ്ങളാണ്ട് ഒന്ന് പരിശോധിക്കുക. ഇത് ആശീർവാദ് ഫിലിം പത്തനാപുരത്ത് എമ്പുരാൻ്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് 34 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടും കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് തിരിച്ചടയ്ക്കുന്ന ലോണുമാണ് എടുത്ത് ഈ ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആശീർവാദ് ഫിലിമിന് ഇതിന് 3 തിയേറ്ററുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. അന്ന് വളരെ സന്തോഷത്തോടെ ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനാപുരത്തിൻ്റെ വികസനത്തിൽ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇത് വലിയ ഒരു വികസന പദ്ധതി തന്നെയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുക തന്നെയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം MLA-ക്ക് ഇതിനകത്ത് ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് പത്തനാപുരത്തിൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഇവിടെ വർഷങ്ങളായിരുന്ന ചെറുകിട കച്ചവടക്കാരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഈ മോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഈ മോളിൻ്റെ 34 കോടി രൂപയും പഞ്ചായത്താണ് തിരിച്ചടയ്ക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത് MLA-യുടെ ഒരു വികസനമാണെന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഷോപ്പിംഗ് മോളാണോ ഗണേഷ് കുമാർ നിർമ്മിച്ചിട്ടുള്ളത്? അതോ ഈ ആശീർവാദ് ഫിലിം ലേലം ടെൻഡർ നടപടികൾ എടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഗണേഷ് കുമാറുടെ സ്വാധീനം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിക്കാനുള്ള കാരണം? പത്തനാപുരത്ത് MLA ഉണ്ട്, MP ഉണ്ട്. എന്നാൽ ഇവരെ ഒന്നുമല്ല ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. മാത്രവുമല്ല, ഈ സിനിമാ തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്ന് പറഞ്ഞത് ആത്യന്തികമായി ഇതിന് ക്രെഡിറ്റ് ചെന്ന് ചേരേണ്ടത് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനാണ്. CPM-ൻ്റെ നേതാവായിട്ടുള്ള CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ചെല്ലേണ്ടത്. അദ്ദേഹത്തിൻ്റെ പടമോ പേരോ പോലും ഇതിൽ വെക്കാൻ തയ്യാറായിട്ടില്ല. അത് വെച്ചില്ലെന്ന് മാത്രമല്ല, അയാളെയും ഈ ഭരണസമിതി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന വികസനം പോലും സ്വന്തം അക്കൗണ്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള എട്ടുകാരി മമ്മൂഞ്ഞിൻ്റെ ആ ഒരു സമീപനമാണ് സ്ഥലം MLA ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. സഖാക്കന്മാർ തന്നെ മറുപടി പറയട്ടെ. ബാലഗോപാൽ മിനിസ്റ്ററെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉദ്ഘാടനം വേണ്ട എന്ന് പറഞ്ഞത് സ്ഥലം MLA ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ ബാലഗോപാൽ മിനിസ്റ്റർക്ക് ഉദ്ഘാടനം വേണ്ട എന്ന് തീരുമാനിച്ചത് സ്ഥലം MLA ഗണേഷ് കുമാറാണ്. പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇൻസൾട്ട് ചെയ്യുന്ന, ഈ വികസനത്തിൽ യാതൊരു കഴമ്പുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ചെറുവിരലിൻ്റെ അനക്കം പോലും ഇല്ലാത്ത ഗണേഷ് കുമാർ എട്ടുകാരി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഇങ്ങനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഇതുമായി എന്താണ് ബന്ധം? ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടം വെക്കട്ടെ. ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവൂരിനും ഇടയിൽ ഗണേഷ് കുമാറിൻ്റെ പടം വെക്കുമ്പോൾ എന്തോ അദ്ദേഹം ഇതിൻ്റെ ഓണർഷിപ്പിൻ്റെ ഭാഗമാണോ, അദ്ദേഹത്തിൻ്റെ പേരിലാണോ ഇതിൻ്റെ ഓണർഷിപ്പുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അല്ലെങ്കിൽ അത് അദ്ദേഹം പറയട്ടെ, ഗണേഷ് കുമാറിൻ്റെ ആണെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ. ഇതൊരുമാതിരി വെറും വൃത്തികെട്ട, വെറും മോശപ്പെട്ട ഒരു പ്രവണതയാണ്. പത്തനാപുരത്ത് ജനങ്ങളെ ഇങ്ങനെ അങ്ങ് പറ്റിക്കാമെന്ന് ഗണേഷ് കുമാർ കരുതരുത്. ആളുകൾക്ക് ബോധവും വിദ്യാഭ്യാസവും വെളിവും ഒക്കെ ഉള്ളവരാണ് പത്തനാപുരത്തുകാർ. നിങ്ങൾ പറയുന്ന പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഇതുപോലെയുള്ള പൊറോട്ട നാടകങ്ങളും കണ്ട് മയങ്ങുന്നവരല്ല. പത്തനാപുരം ഷോപ്പിംഗ് കോംപ്ലക്സ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വലിയ സമ്മർദ്ദം ചെലുത്തി സമരം നടത്തുന്നവരാണ്. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒഴിവാക്കി, സ്ഥലം CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒഴിവാക്കി, CPM-ൻ്റെ ഒരു മന്ത്രി ഒഴിവാക്കി നടത്തുന്ന ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്.